പ്രയോഗിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതല്ലേ പോലീസുകാരുടെ തന്ത്രം. ആദ്യം ഒറ്റയ്ക്ക് അവരെ കൊണ്ടിരുത്തി വിചാരണ ചെയ്യും, അത് കഴിഞ്ഞ് മാറ്റി ഒരുമിച്ചിരുത്തും. അല്ല അങ്ങനെയല്ലേ പറഞ്ഞ്, ഇങ്ങനെയല്ലേ പറഞ്ഞ്, ഏത് വഴിയിലാണെങ്കിലും അവർ കൊടുക്കും. ഏതൊരു വഴിയിലാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട, അത് തന്ത്രം, അവനവന്റെ കഴിവ്. എന്തുകൊണ്ടാണ് വാപ്പ വിധിച്ചിട്ട് വിട്ട കുഞ്ഞിനെ കഴുത്തറക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ തെറ്റല്ലേ? എങ്ങനെ കുഞ്ഞിന്റെ കഴുത്തറക്കാൻ പറയുന്നു? അത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വെച്ച ഒരു തന്ത്രമായിരുന്നു. അപ്പൊ സത്യം തെളിയിക്കുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ കുഴപ്പമില്ല, അത് അവനവന്റെ കഴിവാ. ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ഗുണപാഠം ഇതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായിട്ടൊരു ചരിത്രം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മൂന്നാമതായി പറഞ്ഞു കൊടുത്ത ചരിത്രം എന്താ? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖറസത് നംലത്തു നബിയ്യൻ മിനൽ അംബിയാ فأمر بقرية النمل فأحرقت فأوحى الله إليه أن قرصت نملة أحرقت أمة من أمي. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ കഥ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരിക്കലൊരു പ്രവാചകന് ഒരു ഉറുമ്പ് കടിക്കുകയാണ്. ഉറുമ്പിന്റെ കഥയാണ് മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ ചരിത്രം എന്താ? ഒരു ഉറുമ്പിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, ലോകത്തിന്റെ അധിപനായ, ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനെ പിടിച്ചിരുത്തിയിട്ട് തലവട്ടാനല്ല പഠിപ്പിച്ചു കൊടുത്തത്, അന്യവന്റെ സ്വത്ത് പിടിച്ചു പറിക്കാനല്ല, തീവ്രവാദവും ഭീകരവാദവുമല്ല പഠിപ്പിച്ചു കൊടുത്തത്. ലോകത്ത് ഇതുപോലെ ഒരു നേതാവിനെ കാണാൻ കഴിയുമോ? തന്റെ അനുയായികളെ വിളിച്ചിരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുത്ത, ചരിത്രം പറഞ്ഞു കൊടുത്ത, ആ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് പഠിക്കേണ്ട ഗുണപാഠം പറഞ്ഞു കൊടുത്ത ഒരു നേതാവിന് ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒരിക്കലൊരു പ്രവാചകനെ ഉറുമ്പ് കടിക്കുകയാണ്. ആ സമയത്ത് ആ പ്രവാചകനെ ഉറുമ്പ് കടിച്ചപ്പോ ആ പ്രവാചകനതാ ഉറുമ്പ് താമസിക്കുന്ന പുറ്റുണ്ടല്ലോ, ആ ഉറുമ്പ് താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് മുഴുവനും കരിച്ച് കളയാൻ കൽപ്പിക്കുകയാണ്, മുഴുവനും കരിച്ച് കളയാൻ പറയുകയാണ്. റസൂലുള്ളാഹി പറയുകയാ, അങ്ങനെ പടച്ചവനെ ഉറുമ്പ് താമസിക്കുന്ന സ്ഥലം മുഴുവനും കത്തിച്ച് കരിച്ച് കളയാൻ അവിടുന്ന് സ്വഹാബികൾ തയ്യാറാകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാണ്. ഒരു പ്രവാചകനെ ഉറുമ്പ് കടിച്ചപ്പോൾ ആ പ്രവാചകൻ ഉറുമ്പ് താമസിക്കുന്ന സ്ഥലം മുഴുവനും, അതിനെ മുഴുവനും കത്തിച്ചു കളയാൻ അവിടെ നിന്ന് കൽപ്പിക്കുകയാ. ആ സമയത്താണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരുന്നത്, ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു സമൂഹത്തെ താങ്കൾ കരിച്ചു കളയുകയാണോ? അള്ളാഹുവിന്റെ ചോദ്യം വരികയാ. ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവനും കരിച്ചു കളയാൻ അങ്ങ് കൽപ്പിക്കുകയാണോ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വല്ലാത്ത ഒരു ചോദ്യം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് അതിനകത്ത് നിന്നുള്ള ഗുണപാഠം എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. അതിനകത്ത് നിന്നുള്ള ഗുണപാഠം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഈ പരിശുദ്ധമായ ശരീഅത്തില് തീ കൊണ്ട് ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീ കൊണ്ടുള്ള ശിക്ഷയുണ്ടല്ലോ. എന്തുകൊണ്ടുള്ള ശിക്ഷ? തീ കൊണ്ടുള്ള ശിക്ഷ. അല്ലാഹു കാക്കുമാറാകട്ടെ. ചട്ടുവും പഴിപ്പിച്ചു വെക്കുന്നത് ഇല്ലേ? തീ കൊണ്ട് കുത്തി കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല. ഈ ശരീഅത്തിന്റെ നിയമമാണ്.
ഈ ദീനിന്റെ നിയമമാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം അബ്ദുല്ലാഹ് ബിൻ റളിയല്ലാഹു തആല അൻഹു വറആ ഖറിയത്തിൻ നംലതി ഖദ ഹറകനാഹാ ഫഖാല, മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഞങ്ങൾ കരിച്ചു കളഞ്ഞിരുന്ന ഒരു ഉറുമ്പിന്റെ സമൂഹത്തെ നബി കാണുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുറച്ച് ഉറുമ്പുകളെ കരിച്ചിട്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാണ് ഈ ഉറുമ്പിന്റെ സമൂഹത്തെ കരിച്ചു കളഞ്ഞത്? ആരാണ് ഈ ഉറുമ്പിന്റെ സമൂഹത്തെ കരിച്ചു കളഞ്ഞത്? തീ കൊണ്ട് ശിക്ഷിക്കാൻ ആർക്കും അനുവാദമില്ല. തീ കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ ഉറുമ്പിന്റെ സമൂഹത്തെ കരിച്ചു കൊന്നതിന്റെ അടയാളം കണ്ടപ്പോൾ ചോദിച്ചു, ഇതാരാ ചെയ്തേ? ഇതാരാ ചെയ്തേ? മുത്തുനബിയുടെ മുഖമൊക്കെ വല്ലാതെ മാറി. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമൊക്കെ മാറി. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, തീ കൊണ്ട് ശിക്ഷിക്കാൻ അല്ലാഹുവിനല്ലാതെ ലോകത്തൊരാൾക്കും അർഹതയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. റക്കപ്പർ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തീ അല്ലാഹുവിൻ്റെതാ, അതുകൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? ആർക്കേ ഉള്ളൂ? അള്ളാഹുവിനെയുള്ള. ലോകത്തൊരാൾക്കും തീ കൊണ്ട് ഒന്നിനെയും നശിപ്പിച്ചു കളയാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാരണം, ദ്രോഹം ചെയ്യുന്ന ഉറുമ്പുകളെ അല്ലാതെ മറ്റുള്ളതിനെ കൊല്ലാൻ പാടുണ്ടോ? എടാ, നിന്നെ കടിച്ചതിന് നീ കൊല്ല്, മറ്റുള്ളതിനെ കൊല്ലാൻ പാടുണ്ടോ? അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഖത്ൽ. അവിടെ നിന്ന് മഹാനവറുകൾ പറയുകയാ, ദ്രോഹം ചെയ്യാത്തതിനെ നിന്നെ നീതിയതല്ലേ അതിനല്ലേ കൊടുക്കാൻ പാടുള്ളൂ, മറ്റുള്ളതിന് പാവപ്പെട്ടവനെ നീ എന്ത് ചെയ്യാൻ പോയത്? കൊല്ലണമെങ്കിൽ നിന്നെ കടിച്ച ഉറുമ്പിനെ നോക്കി നീ കൊല്ല്, മറ്റുള്ളതിനെ കൊല്ലാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 എല്ലാ ജീവികളും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകത്ത് മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ചോദിച്ച ഈ കഥയിലൂടെ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, നിന്നെ കടിച്ച ഉറുമ്പിനെ കൊല്ലണം, അല്ലാതെ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന മറ്റുള്ളതിന് നീ എന്തിനെ കൊന്നു? അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഉറുമ്പുകൾ പോലും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഉറുമ്പുകൾ പോലും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മൻ യശാ വഇൻ മൻ യശാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ആകാശഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ അവിടെ നിന്ന് സ്തുതിക്കുന്നുണ്ടെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് 4-മതായി പറയുന്നു, ശിക്ഷാ നടപടികൾ നടത്തുമ്പോൾ ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല. സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ ശിക്ഷകൾ നടത്തിക്കോ, തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുത്തോ, പക്ഷേ നിരപരാധികളെ ശിക്ഷിക്കരുത്, നിരപരാധികളെ ശിക്ഷിക്കരുത്, കുറ്റം ചെയ്യാത്തവനെ ശിക്ഷ കൊടുക്കാൻ പാടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരു ഉറുമ്പിന്റെ വിഷയത്തിൽ കടിച്ച ഉറുമ്പിന് നീ ശിക്ഷ കൊടുത്തോ, കടിക്കാത്ത ഉറുമ്പിന് നീ ശിക്ഷ കൊടുക്കരുതെന്ന് ഒരു ഉറുമ്പിന്റെ വിഷയത്തിൽ പോലും നീതി കാണിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ നീതിപീഠങ്ങളുണ്ടല്ലോ, ഇന്നത്തെ കോടതികളുണ്ടല്ലോ, പടച്ചവനെ ചോദ്യചിഹ്നമായി ഇങ്ങനെ നിൽക്കുകയാണ്. അധികാരമുള്ളവന്, അതാ പണമുള്ളവന്, പവറുള്ളവന്, കഴിവുള്ളവന്, അവന്മാരുടെ നോക്കിയിട്ട് നിയമങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുമ്പോൾ എത്രയോ പാവപ്പെട്ടവർ ജയിലറകളിൽ കിടക്കുകയാണ്. എന്ത് തെറ്റാണ് ചെയ്തതെന്നവർക്കറിയില്ല, അവർ നിരപരാധികളാണ്. പറയുന്ന പടച്ചവനെ പറയുന്നവന് തന്നെ അറിയാം അവൻ നിരപരാധിയാണെന്ന്.
കോടതിയിൽ ഇരിക്കുന്നവനറിയാ, ജഡ്ജിക്കറിയാ, വാദിക്കുന്ന ബാധിക്കുന്ന വക്കീലിനറിയാ, പടച്ചവനെ എഴുതി കൊടുക്കുന്ന പോലീസുകാരനറിയാ, സർവർക്കും അറിയാം അവനൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ തെറ്റ് ചെയ്യാത്തവന്റെ ആയുഷ്കാലം മുഴുവനും ജയിലറയ്ക്കുള്ളിൽ അടച്ചിട്ടിട്ട് അവസാനം വിധികളൊക്കെ വിധിച്ചിട്ട് അവസാനം പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ആത്മകഥ എഴുതുമ്പോ ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞിട്ട് യാതൊരു നേട്ടവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുത്തോ, തെറ്റ് ചെയ്യാത്തവന് ശിക്ഷ കൊടുക്കല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ വിഷയത്തിൽ? ഒരു ഉറുമ്പിന്റെ വിഷയത്തിൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ പരിശുദ്ധമായ ദീൻ. നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ആൾക്കാർ ജയിലറകളിൽ കിടക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ജഡ്ജിക്കറിയാം ഓൻ പാവൊന്നും ചെയ്തിട്ടില്ല, വാദിക്കണ വക്കീലിനറിയാം, മന്ത്രിമാർക്കറിയാം, പേപ്പറിനകത്ത് എഴുതി വെക്കണ പോലീസുകാരനറിയാം ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ എന്ത് ചെയ്യും? അവനെ ഇടണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു മോചനം കൊടുക്കുമാറാകട്ടെ. എത്രയോ പേരുടെ ചരിത്രമായതിനെയൊക്കെ നമുക്കറിയാമല്ലോ. രാഷ്ട്രീയങ്ങൾക്കപ്പുറത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ത് തെറ്റിയതിൻ്റെ പേരില്ല. വർഷങ്ങളായി കുറെ കാലം അവിടെ കിടന്നു, കുറെ കാലം ഇപ്പം അവിടെ കിടക്കുന്നു. എന്താ അവസ്ഥ? എന്നാലും മറ്റു ചിലരൊക്കെ നെഞ്ചും പിരിച്ചിട്ട് ഇങ്ങനെ നടക്കുക. എന്താപ്പ ഇല്ലേ? എഴുതിക്കോ, കേസെടുത്തോ, എടുത്തോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ കണ്ടോളാം, പൈസ ഉണ്ട്, പവറുണ്ട്, വിളിക്കാൻ ആളുണ്ട്, എല്ലാം അവരുടെ കയ്യിലുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. പക്ഷെ അള്ളാന്റെ കോടതിയിലോ അവിടെ ഇരിക്കുന്നത് നീതിമാനാണ്, അവിടെ ഇരിക്കുന്നത് നീതിമാനാണ്. അള്ളാഹുവിൻ്റെ കോടതിയിലാണ്. അള്ളാഹു ജയിലറകളിൽ കഴിയുന്ന പാവപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് മോചനം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കുമാറാകട്ടെ, അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കഥ പ്രവാചകൻ പഠിപ്പിച്ചിട്ട് അതിൻ്റെ ഗുണപാഠങ്ങൾ പറഞ്ഞു തന്നു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. 4 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിക്കുന്നുണ്ടാ? പക്ഷെ എനിക്ക് ബോറടിക്കുന്നുണ്ട്. കാരണം വയത് പറയാൻ പറ്റും, കഥ പറയാനാ പറ്റാത്ത. കഥ പറയുന്നത് കൊണ്ടാണ്. എങ്കിലും നിങ്ങളൊക്കെ എല്ലാവർക്കും ഇത് കേൾക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഭക്ഷണം കൊടുത്ത ഒരു കഥയാണ് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് അള്ളാഹ് ഭക്ഷണം കൊടുത്ത കഥ പഠിപ്പിക്കുന്നു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സമയമുണ്ടല്ലോ, 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു